ഹലോ മക്കളെ, 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയായിരിക്കും വ്യത്യാസം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി ചിന്തിച്ചില്ല, നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനാണ് കൂടുതൽ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുപക്ഷെ ഫേസ് ചെയ്യാം. ഇത് നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, 10ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരുടെയും ആ ഫുൾ A+ വാങ്ങിച്ചെടുക്കാമെന്നല്ലേ, അത് എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഫീച്ചേഴ്സുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ഉള്ള ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസും തരുന്ന നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ബാച്ച് ലോഞ്ച്, അതായത് ക്ലാസ്സുകൾ ആക്ച്വലി തുടങ്ങാൻ പോകുന്ന ബാച്ച് ലോഞ്ച് വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് നമ്മൾ April 17 ഈ വെള്ളിയാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻ എടുത്തവരൊക്കെ റെഡി ആയിരുന്നോളൂ. യൂട്യൂബിലായിരിക്കും ബാച്ച് ലോഞ്ച് ഉണ്ടാവുക. അതിനുശേഷം ക്ലാസ്സുകളൊക്കെ ആപ്പിലായിരിക്കും ഉണ്ടാവുക. ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്തവർ വേഗം തന്നെ എടുക്കുക. ഫസ്റ്റ് ബാച്ചിൽ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സും SSLC തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്താണ്? പബ്ലിക് എക്സാമിൻ്റെയാണ്. സാറേ 9ാം ക്ലാസ്സിന് ഞങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നും ശരിക്കത്തെ പബ്ലിക് എക്സാം ഒന്നും അല്ല. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ആ ശരിക്കത്തെ പബ്ലിക് എക്സാമിൻ്റെ ഫീല് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മാത്രമല്ല, അതാണ് ശരിക്കത്തെ പബ്ലിക് എക്സാം. മറ്റേത് ഒരു പേരിന് നടത്തുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്താണ് ആ പരീക്ഷയിൽ സാമാന്യം നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തരും. അതല്ലാതെ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷേ 10ൽ അങ്ങനെയല്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടി, എത്ര A+ കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് +1 ഏത് സ്കൂളിൽ, ഏത് സ്ഥലത്ത്, അല്ലേ, ഏത് സബ്ജക്ട് കോമ്പിനേഷൻ, നിങ്ങൾക്ക് സയൻസ് കിട്ടുമോ, കൊമേഴ്സ് കിട്ടുമോ, ഹ്യൂമാനിറ്റീസ് ആണോ കിട്ടുക എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഒക്കെ പോകുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ എത്ര നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് തന്നെയായിരിക്കും. മാത്രമല്ല, അത് ഒരു സ്റ്റാമ്പ് പോലെയാണ്, നിങ്ങളുടെ മേത്തൊരു സ്റ്റാമ്പ് ഒട്ടിച്ച പോലെയാണ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഏത് ജോലിക്ക് പോയത്, ഏത് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പോയാലും എല്ലായിടത്തും നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കാണിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ മാർക്കുമാണ് ജീവിതത്തിൽ എല്ലാം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു ഐഡൻറ്റിറ്റി ആയി പോകാൻ പോകുന്നൊരു സാധനമാണ് 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം. 9ാം ക്ലാസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പക്ഷേ ഈ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അത് എടുത്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നീട് നിങ്ങൾ കോളേജിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അയ്യോ 10ാം ക്ലാസ്സിൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നല്ലോ എന്ന് പിന്നീട് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം ഇതിലുണ്ട് കേട്ടോ. ഈ മാർക്കിൻ്റെ മാർക്ക് ഷീറ്റ് വരാതെ അല്ലാത്ത വേറെ വശത്തിലുള്ളതെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതായത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ആറ്റിറ്റ്യൂഡ് വേറെ ലെവലായിരിക്കും. ആ കുട്ടി ഭയങ്കര ബുദ്ധിമുട്ടാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ കിട്ടിയ ആളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിയുള്ളവർ എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് കിട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു ഫുൾ A+ വാങ്ങിച്ച ഒരാളാണെന്നുള്ള ലെവലിലായിരിക്കും നമ്മൾ +1 +2ലേക്ക് കയറുക. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എനിക്ക് ഫുൾ A+ വാങ്ങിച്ചെടുക്കാൻ പറ്റും, കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചെടുത്ത ഒരാളാണ്. രണ്ടാമത് നമുക്ക് മോശമാക്കാൻ പറ്റില്ല, അല്ലേ, നമ്മൾ ഈ ലെവലിൽ എത്തി, ഇനിയിപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് വരുത്താൻ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ തോറ്റുപോയി അല്ലെങ്കിൽ ഭയങ്കര മോശം ഗ്രേഡ് ആണെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി, നിങ്ങൾ ഭയങ്കര കഴിവുള്ള കുട്ടിയായിരിക്കും, പക്ഷേ നിങ്ങളുടെ മെൻറ്റാലിറ്റി താഴേക്ക് പോകും. അത് പിന്നീടുള്ള നിങ്ങളുടെ പഠനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, അല്ല എഫക്റ്റ് ചെയ്യും, ഹെൽപ്പും ചെയ്യാം മോശമാക്കുകയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ 9ാം ക്ലാസ്സിൽ ആ സംഭവങ്ങളൊന്നുമില്ല, 10ാം ക്ലാസ്സിൽ ഈ സംഭവം ഉണ്ടാവും. ഇതിൻ്റെ പുറമെ ടീച്ചേഴ്സും സ്കൂളിൽ നിന്നുള്ള വേറെ ആൾക്കാരും പേരൻസും കുടുംബക്കാരും ഒക്കെ തരുന്ന ഒരു പ്രഷർ ഉണ്ടാവും. അതിന് നിങ്ങൾ ഓവർ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് സിഗ്നിഫിക്കൻസ് വളരെയധികം ഉണ്ടെന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടിയാണ്. സബ്ജക്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ ഫിസിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ ഫിസിക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം ചാപ്റ്റേഴ്സിന് എണ്ണമൊക്കെ സെയിം ആണ്, സോഷ്യലിലും ബയോളജിക്കൊക്കെ സെയിം ആണെങ്കിലും കണ്ടന്റ് കുറച്ചും കൂടി സീരിയസ് 10ാം ക്ലാസ്സിലെയാണ്. ഓക്കെ, മാത്രമല്ല അതിനേക്കാളും കൂടുതൽ പ്രശ്നം വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് പാസ്സാക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദ്ദേശം. 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല. 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏത് കോളേജിലും ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നൊക്കെ തീരുമാനിക്കപ്പെടുക എന്നുള്ള കാര്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളെ മാറ്റി നിർത്തി, മീഡിയം കുട്ടികളെ മാറ്റി നിർത്തി, മോശം കുട്ടികളെ നിങ്ങൾ മോശമായിട്ടില്ല, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മോശമുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും പുതിയ പാറ്റേൺ പ്രകാരം ഓൾമോസ്റ്റ് 30% പാസ്സാകാൻ വേണ്ടിയിട്ട് ഈസി ചോദ്യങ്ങളായിരിക്കും. പലരും അതുപോലും കിട്ടാറില്ല. വേറെ കാര്യം, 50% ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് അത്യാവശ്യം കോൺസെപ്റ്റ് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 20% ആക്ച്വലി ടഫ് ആയിരിക്കും. അതായത് A+ കിട്ടണമെങ്കിൽ നന്നായി പഠിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഈ 20% ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ. A+ നിങ്ങൾക്ക് A ഗ്രേഡ് വരെ, A+ A ഗ്രേഡ് നിങ്ങൾക്ക് ഉറപ്പാക്കണമെങ്കിൽ ഇത്
ഈ ലെവലിലെത്തണം. അപ്പോൾ ആ വേർതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഡിഫിക്കൽട്ടി കൂടിയതായിരിക്കും. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അതായത് ആദ്യം മുതൽ അവസാനമുള്ള സർക്കസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആദ്യം മുതലേ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആദ്യം മുതൽ തന്നെ നന്നായി പഠിച്ച് പിന്നെ അവസാനം ഒരു സർക്കസും കൂടി കളിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A+ കിട്ടാവുള്ളൂ എന്നുള്ള ലെവലിലാണ് പുതിയ പാറ്റേൺ പോകുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. 2-3 വർഷം മുമ്പ് എല്ലാവർക്കും A+ വാരിക്കോരി കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഉള്ളത്. പിന്നെ ഗവൺമെന്റ് മനസ്സിലായി അതുകൊണ്ട് കാര്യമില്ല, കാരണം A+ കിട്ടിയ കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, +1 സയൻസ് കിട്ടുന്നില്ല, നല്ല സ്കൂൾ അഡ്മിഷൻ കിട്ടുന്നില്ല, കാരണം എല്ലാവർക്കും A+ ആണ്. അപ്പോൾ വേർതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലാക്കിയത്. അത് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടും കാര്യമില്ല, കാരണം അവരിതിലൂടെ കടന്നു പോയിട്ടില്ല. അവർക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് A+ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം 2 വർഷം മുമ്പ് A+ കിട്ടിയ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക പോലും വേണ്ട അഡ്വൈസ്, അത് കൂട്ടില്ല. ഇനി കളി മാറാൻ പോവാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി മൊത്തത്തിൽ മാറും. സബ്ജക്റ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ടഫ് ആവാൻ പോകുന്നത് കൊണ്ടാണ്. ഈ വർഷമാണ് ഈ ഡിഫറൻസ് വന്നത്. അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ 10ാം ക്ലാസ്സിലെ പേപ്പറിലാണ് ഈ ഡിഫറൻസ് വന്നതെങ്കിലും അത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഈ പരിപാടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50% ഈസി ആയിരുന്നു ഈ വർഷം, ഒരു 40% ആവറേജ് ഒന്നും 10% അവർ ടഫ് ആക്കിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ആണല്ലോ, സിലബസും മാറി, പാറ്റേൺ മാറി, എല്ലാം കൂടെ തലവേദന കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണ്, അത് ആക്ച്വലി ഈ ലെവലിലാക്കും. അതൊരു മോശം കാര്യമായിരുന്നു എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിച്ചാലേ A+ കിട്ടുള്ളൂ, അതുപോലെ. അതല്ലാതെ എല്ലാവർക്കും A+ കിട്ടിയിട്ട് അപ്പോൾ എന്താണുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിൽ കാണണം. എന്തൊക്കെയാണെങ്കിലും നേരത്തെ നന്നായി പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അതല്ലാതെ വേറെ ട്രിക്കൊന്നും ഇല്ല. ആ നേരത്തെ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെയുള്ളത് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സസ് വേണം. ക്ലാസ്സസ് മാത്രമല്ല, ഇത് ചെയ്യാൻ വേണ്ടി ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നേരത്തെ പഠിക്കണ്ടേ, ആ ലെവലുള്ള ചോദ്യങ്ങൾ പഠിക്കണ്ടേ. അത് എവിടുന്നാ ചെയ്യുക? അത് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അറിയാലോ എവിടെയുള്ളതെന്ന്, SLC ലക്ഷ്യ ബാച്ചിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വെറും ക്ലാസ്സസ് മാത്രമല്ല, ടോപ്പിക് വൈസ് ക്ലാസ്സസ് മാത്രമല്ല, അതുകൂടാതെ ഓരോ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഈ 4 സെറ്റ് ഓഫ് പേപ്പേഴ്സിന്റെ ഓരോ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും വീഡിയോ വരെ തരും. അതായത് PDF എന്നിട്ട് ഇപ്പോൾ പഠിച്ചോളാന്നല്ല പറയാം. ആക്ച്വലി ഞാനാണ് പഠിപ്പിക്കുന്നെങ്കിൽ, ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്ന ഫുൾ ഫിസിക്സ്, ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല SCRT ഒഫീഷ്യലി വന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് വീഡിയോ ആയിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ടുണ്ടാവും. മുഴുവൻ സാധനങ്ങൾ വീഡിയോ ആയിട്ടുണ്ടാവും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫുൾ സെറ്റ് ബുക്ക്, എക്സാമിനറിന്റെ മുഴുവൻ സെറ്റ് ബുക്കും കിട്ടും. ബുക്ക് തപ്പിയിട്ട് നിങ്ങൾ ഗൈഡ് തപ്പി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഗൈഡായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതും കൂടാതെ എക്സ്ട്രാ ഇനിയും ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുന്നതായിരിക്കും. ഈ മൊത്തം സാധനം കിട്ടുന്നതായിരിക്കും. 3000+ ചോദ്യങ്ങൾ അതിൽ എക്സ്ട്രാ ഉള്ളത്. ഇത് ഫുള്ള് ചെയ്യാൻ പോലും പറ്റില്ല. ഫുള്ള് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല A+ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം, അതായത് എന്തൊക്കെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടാൻ വേണോ അതിനേക്കാളും ഒരു 2 ഇരട്ടി കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ A+ പുഷ്പം പോലെ കിട്ടും. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് April 17 വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ്. നിങ്ങൾ എന്ന് പഠിച്ച് തുടങ്ങുന്നു എന്നുള്ള കാര്യം ഇതിന് ഒരു ഭയങ്കര ഫാക്ടറാണ്. അതിന് കാരണം എന്താണ്? ഇത്രയും ഫീച്ചറൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കണമെങ്കിൽ സമയം വേണ്ടോ? നിങ്ങൾ അവസാനം പോയി ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇത്രയും ഫീച്ചർ ഉണ്ടെന്നുകൊണ്ട് A+ കിട്ടുമോ? ഇല്ല. അതൊക്കെ ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിക്കണമെങ്കിൽ യു നീഡ് ടൈം. ആ ടൈം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. അത്രേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തമ്മിലെ ഡിഫറൻസിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെയുള്ള പ്ലാൻഡ് ആയിരിക്കണം. പ്ലാൻ ഇല്ലാതെ 9 പോലെ തന്നെ നമുക്ക് 10 പഠിക്കാം എന്നുള്ള രീതിയിൽ പോയാലാണ് പണി കിട്ടാൻ ചാൻസ് ഉള്ളത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എനിവേ നമുക്ക് April 17 ബാച്ച് ലോഞ്ചിൽ ഇനി കാണാം. അടിച്ച് പൊളിച്ച് പഠിക്കാം. A+ ഉറപ്പാക്കാം. ബൈ ബൈ.